പ്രതീക്ഷകളെ തകിടം മറിച്ച രണ്ടാം വരവിലൂടെ ജയറാം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുമെന്ന് ജയറാമിന്റെ ആരാധകരും സിനിമാ ലോകവും ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു ചിത്രത്തിന്റെ തിയേറ്ററിലെ പ്രതികരണം. അപരൻ എന്ന സിനിമയിലൂടെ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ പത്മരാജൻ കണ്ടെത്തിയ നടനായിരുന്നു ജയറാം. മിമിക്രി വേദികളിലൂടെ മലയാള സിനിമയിലെത്തിയ താരം. ദിലീപിന് മുമ്പേ ജനപ്രിയ നായകൻ എന്ന പേര് സ്വന്തമാക്കിയ താരം. മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം ആരെന്ന നിർമ്മാതാക്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു 90കളിലെ ജയറാം. മോഹൻലാലിനും മമ്മൂട്ടിക്കും പിന്നാലെ 88ന്റെ പകുതിയോടെ മലയാള സിനിമയിലെത്തിയ ജയറാം 90കളുടെ ആരംഭത്തോടെ നിർമ്മാതാക്കൾക്ക് വിശ്വസിച്ച് പണം മുടക്കാവുന്ന താരമായി മാറി. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ നിർമ്മാതാക്കൾ ജയറാമിലേക്ക് എത്തി തുടങ്ങി. സൂപ്പർ താരങ്ങൾക്കൊപ്പം ഇന്നത്തെ സാറ്റലൈറ്റ് മൂല്യം പോലെ അന്ന് താരങ്ങളുടെ വിപണി മൂല്യത്തിന്റെ അളവുകോലായിരുന്നു തിയേറ്റർ അഡ്വാൻസ്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം തിയേറ്റർ അഡ്വാൻസ് ജയറാമിന് ലഭിച്ചിരുന്നു. ഇതായിരുന്നു നിർമ്മാതാക്കളെ ആകർഷിച്ചതും. ജനപ്രിയ ചിത്രത്തിലൂടെ വളർന്നു ആദ്യ ചിത്രമായ അപരൻ ഹിറ്റായതോടെ ജയറാമിന് അവസരങ്ങളുടെ പ്രവാഹമായിരുന്നു. പത്മരാജൻ, സത്യൻ അന്തിക്കാട്, കമൽ എന്നിവരുടെ ജനപ്രിയ ചിത്രങ്ങളിലൂടെ ജയറാം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിൻഗാമിയായി വളർന്നു. സൂപ്പർ സ്റ്റാർ ആകാനുള്ള ശ്രമം സൂപ്പർ സ്റ്റാർ പദവി ഇല്ലെങ്കിലും അതിനൊപ്പം എത്താൻ ജയറാമിന് കഴിഞ്ഞിരുന്നു. സൂപ്പർ സ്റ്റാർ പദവിക്കായി ഒരു തട്ടുപൊളിപ്പൻ ആക്ഷൻ പടം ആവശ്യമാണെന്ന തിരിച്ചറിവ് ജയറാമിനുണ്ടായിരുന്നു. ഒരു ആക്ഷൻ പടത്തിൽ അഭിനയിക്കാനും തീരുമാനിച്ചു. രണ്ടാം വരവ്. കെ മധു ആയിരുന്നു ജയറാമിനെ സൂപ്പർ സ്റ്റാർ ആക്കാനുള്ള സിനിമ സംവിധാനം ചെയ്തത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ജോൺ പോളായിരുന്നു. ആക്ഷൻ ചിത്രങ്ങളുടെ സ്വന്തം സംഗീത സംവിധായകൻ ശ്യാം ആയിരുന്നു ചിത്രത്തിന് സംഗീതമൊരുക്കിയത്. പ്രതീക്ഷകളെ തകിടം മറിച്ച രണ്ടാം വരവിലൂടെ ജയറാം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരും എന്ന് ജയറാമിന്റെ ആരാധകരും സിനിമാ ലോകവും ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിക്കുന്നതായിരുന്നു ചിത്രത്തിന്റെ തിയേറ്ററിലെ പ്രതികരണം. ചിത്രം തിയേറ്ററിൽ തകർന്നടിഞ്ഞു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.